ഗെയിം മാറ്റിമറിക്കാൻ വേണ്ടി വൈൽഡ് കാർഡുകൾ വരുന്നു. ഇന്നലെ ജാസ്മിന് പറ്റിയ അബദ്ധം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, ഗെയിം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് പുതിയ വൈൽഡ് കാർഡുകൾ വരുന്നു. വൈൽഡ് കാർഡല്ല, വൈൽഡ് കാർഡുകൾ. അതെ, ഈ പ്രാവശ്യം വൈൽഡ് കാർഡല്ല കയറുന്നത്, വൈൽഡ് കാർഡുകളാണ്. എങ്ങനെ പോയാലും ഈ പ്രാവശ്യം ഒരു 6 വൈൽഡ് കാർഡെങ്കിലും എൻട്രി ആവുമെന്നാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ. എന്തൊക്കെയാണെന്ന് സൺഡേ എപ്പിസോഡിൽ എന്തായാലും അവർ എൻട്രി ആവും. അപ്പം നമുക്ക് കാണാം അവരാരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ. പ്രേക്ഷകർ ഒന്നടങ്കം ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസ് സീസണിൽ ഇങ്ങനെ വൈൽഡ് കാർഡുകളെ നോക്കി അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അതെ, ഈ ഒരു സീസണിൽ ഈ ഒരു ടൈമിൽ വൈൽഡ് കാർഡുകൾ എൻട്രി ആയാൽ മാത്രമേ ഗെയിമിൽ ഒരു ചേഞ്ചും ഒരു ഇൻട്രസ്റ്റിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വരുന്ന വൈൽഡ് കാർഡുകൾ അത്രമേൽ സ്ട്രോങ് ആയിട്ടുള്ളവരായിരിക്കണം. ഇപ്പോൾ ജാസ്മിൻ, ജിൻഡോ, ഗബ്രി എന്നിവരാണ് ഗെയിമിൽ ഇപ്പോൾ ഏകദേശം ലീഡ് ചെയ്ത് നിൽക്കുന്ന ഗെയിമേഴ്സ്. അപ്പം ഏറ്റവും കൂടുതൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന വൈൽഡ് കാർഡുകളാണ് വേണം. അതുപോലെ തന്നെ ഒരുപാട് സേഫ് പ്ലേ കളിക്കുന്ന ഗെയിമേഴ്സ് ഉണ്ട് അവിടെ. അവരെയൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് പോകുന്ന ഗെയിമേഴ്സ് വേണം വൈൽഡ് കാർഡായിട്ട് കയറി വരാൻ. ഓരോ വൈൽഡ് കാർഡും പുറത്തിരുന്ന് ഏകദേശം കളിയൊക്കെ കണ്ട് മനസ്സിലാക്കി ഓരോരുത്തരുടെ ഗെയിം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ച് കയറി വരുന്ന അവരെ പെട്ടെന്ന് കാണുമ്പോൾ എന്തായാലും ഹൗസിലുള്ളവരൊന്ന് ഞെട്ടും. പിന്നെ പുതിയ ക്യാപ്റ്റൻ ഹൗസിൽ വരുവാണ്. ക്യാപ്റ്റനാണ് പവർ ടീമിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി അടുത്തൊരു വീക്ക് സംഭവിക്കും. ആ കൂട്ടത്തിൽ വൈൽഡ് കാർഡും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ട് എന്തൊക്കെയായിരിക്കും സംഭവബഹുലമായ എപ്പിസോഡുകളായിരിക്കും വരാൻ പോകുന്നത്. ഏതായാലും നമുക്ക് നോക്കി കാണുക തന്നെ ചെയ്യാം ഇതൊക്കെ എന്തൊക്കെയായി മാറുമെന്ന്. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം ഒന്നാകെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഇന്നലെ ലിവിങ് ഏരിയയെ വെച്ച് പറഞ്ഞൊരു വാക്ക്. എൻ്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചിട്ടിരിക്കുകയാണ് എന്നൊരു വാക്ക് ജാസ്മിൻ പറഞ്ഞു. അതെ, ഇവിടെ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബിഗ് ബോസും ജാസ്മിനും കൂടി പ്രേക്ഷകരെ പറ്റിക്കുവാണോ, അതോ ബിഗ് ബോസിനെ പ്രേക്ഷകരെയും കൂടെ ജാസ്മിൻ പറ്റിക്കുവാണോ? വീട്ടിൽ നിന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് ഇങ്ങനെ നെഗറ്റീവ് വന്നാൽ എന്നെ ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞ് നേരത്തെ പ്ലാൻ ചെയ്യുന്നതാണോ? നമുക്കൊന്നും അറിയില്ല. ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു സാധാരണ കോൺവെർസേഷൻ ആയിരുന്നു എന്നാണ്. ബിഗ് ബോസ് എല്ലാം കേട്ടു എന്നൊക്കെയാണ്, നമുക്കറിയില്ല. ഏതായാലും അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും നമുക്ക് നോക്കാം. പിന്നെ നോറ എപ്പോഴും പറയുന്നുണ്ട് ജാസ്മിൻ നോറയെ ടാർഗറ്റ് ചെയ്യുന്നു. ജാസ്മിൻ എവിടെയാണ് നോറയെ ടാർഗറ്റ് ചെയ്യുന്നത്? അത് തന്നെയാണ്, നോറയെ ആ വീട്ടിൽ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നോറ പുറകെ പോയി എന്തെങ്കിലും പറയും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ പറയും. അല്ലാതെ ആരും നോറയെ ഒരു ടാർഗറ്റായിട്ട് കാണുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നോറ എപ്പോഴും ജാസ്മിനെ പറ്റി മാത്രമാണ് പറയുന്നത്. എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നതും ജാസ്മിനെ മാത്രമാണ്. ഒരു ടാസ്ക് വന്നാൽ അല്ലെങ്കിൽ ഒരു നോമിനേഷൻ വന്നാൽ എപ്പോഴും ആദ്യം നോറ എടുത്തുന്ന ജാസ്മിൻ്റെ പേരാണ്. പക്ഷേ ഇന്ന് വരെ ജാസ്മിൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജാസ്മിൻ വന്ന് നിന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പോയിൻ്റായിട്ടാണ് പറയുന്നത്, അല്ലാതെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ടൊന്നും പെട്ടെന്ന് ആരെയും ഒന്നിലും എടുത്തിടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നോറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ബിഗ് ബോസ് ഹൗസാണ്, ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഏതായാലും നോറ കരയുവാണ്, നോറ കരയട്ടെ. വൈൽഡ് കാർഡുകൾ ആരൊക്കെയാണെന്നും ക്യാപ്റ്റനും പവർ ടീമിൻ്റെയൊക്കെ നിയമങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്ക് അടുത്ത വീക്കിൽ കാണാം. പുതിയ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ ഇനി വരും. അതുവരെ ബൈ.